ഇന്നത്തെ കാലത്ത് നമുക്കറിയാം മതപഠനത്തിന് അവസരങ്ങൾ നിരവധിയാണ്. ആധുനികമായിട്ടുള്ള സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ പാരമ്പര്യമായി നിലനിൽക്കുന്ന പള്ളി ദർസുകളൊക്കെ ഉണ്ട്. ഇതിൽ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് പള്ളി ദർസാണ് എന്തുകൊണ്ടും മതപഠനത്തിന് വളരെ യോജിച്ചതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പള്ളി ദർസിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്തായിരിക്കും? പള്ളി ദർസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് തുടങ്ങിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നതാണ്. ആ ഒരു ക്രെഡിറ്റ് അത് വേറൊരു സ്ഥാപനത്തിനും അർഹിക്കാൻ സാധിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മഹത്വം എപ്പോഴും ഏത് കാലത്തും പള്ളി ദർസിന് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതിന്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ മുൻകഴിഞ്ഞു പോയ പർവ്വത സമാനരായ പണ്ഡിതന്മാർ, ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞു പോയല്ലോ. അവരൊക്കെ പള്ളി ദർസിൽ നിന്ന് വളർന്നു വരുന്നവരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പള്ളി ദർസിന് ഒരു പ്രത്യേകത? ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പള്ളി ദർസിൽ സ്വീകരിച്ച സിലബസ് ആണ്. ഇന്ന് കോളേജുകളിലും അറബിക് കോളേജുകളിലും മറ്റും കാണുന്ന സിലബസ് പോലെയല്ല പള്ളി ദർസിന്റെ സിലബസ്. മുൻകാല പണ്ഡിതന്മാരുടെ ശൈലി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും കഴിയുന്ന വിഷയം എന്താണോ അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത്ര പഠിച്ചാൽ മതി. ഓരോരുത്തർക്കും താല്പര്യവും കഴിയുന്നതുമായ വിഷയം എന്താണോ അത് കൂടുതലായിട്ട് അവരെ പഠിപ്പിക്കുക. ചില ആളുകൾക്ക് ഫിഖ്ഹിനോട് ഇക്കാരം കൂടുതൽ താല്പര്യം, അത് ഫിഖ്ഹും അങ്ങനത്തെ ചെറിയ നഹ്വ് അങ്ങനത്തെ ചില വിഷയങ്ങളെ അവർക്ക് സാധിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ അത് കൂടുതലായിട്ട് അവരെ പഠിപ്പിക്കുക. ചില ആളുകൾക്ക് എല്ലാ വിഷയങ്ങളും അതിന് അവനക്ക് കഴിവുണ്ടായിരിക്കും. അങ്ങനത്തെ കുട്ടികളെ എല്ലാ വിഷയങ്ങളും കൂടുതലായിട്ട് പഠിപ്പിക്കുക. അതായിരുന്നു പള്ളി ദർസ് ചെയ്ത ഏറ്റവും വലിയ ധർമ്മം. അതിലൂടെ ഈ ബുദ്ധി കുറഞ്ഞ ആളുകളും വലിയ പണ്ഡിതന്മാരായി മാറി. ബുദ്ധിയുള്ള ആളുകൾ എല്ലാ വിഷയങ്ങളും താല്പര്യമുള്ളതായി മാറി. അപ്പോൾ സാധിക്കുന്ന വിഷയം കൂടുതലായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇത്ര പർവ്വത സമാനരായ പണ്ഡിതന്മാർ വളർന്നു വന്നത്. എന്നാൽ ഇന്ന് അറബിക് കോളേജുകളിലൊക്കെ ഒരു ദിവസം തന്നെ 6-7 വിഷയങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ സമയം ഒന്നിനും സമയമില്ല. അപ്പൊ എങ്ങനെയാണ് ഇൽമിന്റെ ആഴം, ഇൽമിന്റെ ലസ്സത്ത് എന്ന് പറയുന്ന ആഴങ്ങളിലാണ്. ഇൽമിന്റെ ഒരു കിതാബിന്റെ പഠിപ്പിച്ചെന്ന ഭാഗങ്ങൾ മാത്രം മനസ്സിലാക്കണ ലസ്സത്തില്ല, ഇൽമിന്റെ ആ രസം കിട്ടൂല. ഇൽമിന്റെ രസം എപ്പോഴും അതിന്റെ പിന്നാമ്പുറങ്ങൾ തേടി പോകുന്ന, അവിടെയുള്ള പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും തേടി പോകണം. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഇൽമിന്റെ ആ ലസ്സത്ത് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നത്. അതിനെവിടെ സമയം? നേരത്തെ ഉറങ്ങണം, 7 വിഷയങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സ്കൂളുകളിലുള്ള പുസ്തകങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കുന്നില്ലല്ലോ. അതൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടി ഒരു സിലബസ് പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. അവിടെ എന്തില്ല, താല്പര്യം വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അവിടെ ഇല്ല. പള്ളി ദർസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മുടെ കഴിവിനെ വളർത്തിയെടുക്കുക. ഓരോരുത്തർക്കും ഓരോ വിഷയവും അതിൽ അത്രമാത്രം കഴിവുണ്ടാക്കണം എന്നുള്ള ആഗ്രഹമാണ് പള്ളി ദർസിലുള്ള ഓരോ വിദ്യാർത്ഥിക്കുള്ളത്. കാരണം അവൻക്ക് സാധിക്കുന്ന വിഷയമാണ് അവനവിടെ ഓതുന്നത്. അതാണ് പള്ളി ദർസിന്റെ സിസ്റ്റം. അവനക്ക് വയ്ക്കണമാരുള്ള കുറച്ച് കിതാബുകള് കുറെ കാലം വെച്ച് ഓതുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അവന്റെ കഴിവ് ഇങ്ങനെ വളർത്തിക്കൊണ്ടേ ഇരിക്കാൻ അവനക്ക് സാധിക്കും. ഒരുപാട് ഹാഷികളും ഒരുപാട് ചിന്തകളും നടത്തിയിട്ട് അവൻക്ക് ഇൽമിന്റെ ആഴങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇത് ഈ ആധുനിക വിദ്യാഭ്യാസ രീതികളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതാണ് പള്ളി ദർസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് നവറുല്ലാഹി മർകദ ഈ പള്ളി ദർസിനെ പറ്റി പറഞ്ഞത് പള്ളി ദർസ് യൂണിവേഴ്സിറ്റി ആണെന്നാണ്. ഒരു പള്ളി ദർസ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. എല്ലാം അവിടെ നിന്ന് പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റും. അതിന് ഒരു ഉസ്താദിന്റെ കീഴിൽ നിരന്തരമായിട്ട് ശിക്ഷണത്തിൽ, അവിടുത്തെ തെർബിയത്തിലായിട്ട് നിരന്തരമായിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട്, മാത്രവുമല്ല ഈ മുൻകാല ശൈലി എന്ന് പറഞ്ഞാൽ ഇൽമിന് പ്രായമില്ല എന്നുള്ളതാണ്. ഒരുപാട് വർഷം, ഇത്ര സമയം എന്നല്ല, ഒരുപാട് വർഷങ്ങളെടുത്ത് പഠിക്കുന്ന ഒരു രീതിയായിരുന്നു മുമ്പുള്ളവരൊക്കെ സ്വീകരിച്ചത്. നമുക്കറിയാം, നമ്മുടെ കാപ്പിൽ ഉമർ ഉസ്താദ് നവറുല്ലാഹി മർകദ 10-18ഓളം വർഷം ദർസിൽ മാത്രം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു റിസൾട്ട് അവരിൽ കാണുന്നുണ്ട്. അത്രത്തോളം ഇൽമ എങ്ങനെ കരസ്ഥമാക്കി ഓരോ കിതാബും 3 തവണ ഒക്കെ ഓതിയിട്ടുണ്ട് അവര്. അപ്പോൾ കഴിവ് കൂടുകയാണ്. ഇതാണ് പള്ളി ദർസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.